എന്നിൽ ഞാനില്ലെങ്കിൽ പിന്നെ ആരുണ്ട്? അവിടെ കെയർ ചെയ്യാൻ ആരുമില്ല. എന്നിൽ ഞാനില്ല, നമ്മളിൽ നമ്മളുമില്ല, പിന്നെ പ്രശ്നമായില്ലേ? ആർക്കെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ രോഗം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മളിൽ നമ്മളില്ല, ഞാനിൽ ഞാനില്ല. ഞാനുള്ളിടത്ത് ഞാനുണ്ടാകണം. കണ്ണിരിക്കേണ്ടടുത്ത് കണ്ണിരിക്കണ്ടേ? കണ്ണിരിക്കേണ്ടടുത്ത് കണ്ണിരിക്കണം. കണ്ണ് എങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം. കണ്ണ് തുറന്നിരിക്കേണ്ടടുത്ത് കണ്ണ് തുറന്നിരിക്കണം, അല്ലേ? കാതിരിക്കേണ്ടടുത്ത് കാതിരിക്കണം, കാത് തുറന്നിരിക്കണം. കാത് തുറന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കണ്ണും കാതും മൂക്കും നാക്കും ത്വക്കും ഭാരവും ഇതെല്ലാം ചേർന്ന് അവിടെയാണ് ഞാനുണ്ട്, അല്ലെങ്കിൽ നമ്മളുണ്ട്. ഇതെല്ലാം ചേരുമ്പോൾ എന്തുണ്ട്? നമ്മളുണ്ട്. നമ്മളുണ്ടെങ്കിൽ എന്തുണ്ട്? ഉണ്ടാകാനുള്ള കാരണമുണ്ട്. നമ്മളുണ്ടെങ്കിൽ നമ്മളുണ്ടാകാനുള്ള കാരണമുണ്ട്. നോക്കി വരുമ്പോൾ ഈ ഉണ്ടായതല്ല, ഇതുള്ളതാണ്. നോക്കി വരുമ്പോൾ നോട്ടം എന്താണ്? നോട്ടം ഉണ്ടായതാണെങ്കിൽ നോക്കാൻ, എനിക്ക് ശ്രദ്ധിക്കാൻ, ശ്രവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രവണത്തിൽ മനനം നടന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം കാലത്തിൻ്റെതാണ്. കാഴ്ച ഒരിക്കലും ഇല്ല. കാഴ്ച ഒരിക്കലും പരിപൂർണമല്ല. കാരണം കാഴ്ച എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ്. ഈ ശരീരം പ്രകൃതിയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ്. അതിൽ നമ്മൾ സസൂക്ഷ്മം പരിശോധിക്കുമ്പോൾ, എന്ത് കാണും? ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. സൃഷ്ടിക്കപ്പെട്ടതിൽ കാഴ്ച പരിപൂർണമല്ലെന്ന് പറയുമ്പോൾ, നമ്മളിപ്പം കടന്നു പോകുമ്പോൾ ഒരു ആക്സിഡന്റ് കാണും. ഈ ആക്സിഡന്റ് ഒരു സിനിമയുടെ ഇടഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും? ചേട്ടാ, നമ്മൾ കാഴ്ചയെ പറ്റിയാണ് പറയുന്നത്. കാഴ്ചയ്ക്ക് കാരണം എന്താണ്? കണ്ണാണ്. കണ്ണിന് കാരണം എന്താണ്? നമ്മൾ കാഴ്ചയെ പറയുന്നു. കാഴ്ചയ്ക്ക് കാരണം കണ്ണാണ്. കണ്ണിന് കാരണം എന്താണ്? കണ്ണിന് കാരണം കാലമാണ്, അല്ലേ? അതും ജനിച്ചതാണെങ്കിൽ അതിന് മരണം സംഭവിക്കും. കണ്ട കാഴ്ചകളെല്ലാം ജനിച്ചതാണെങ്കിൽ അതെല്ലാം മരിച്ചു പോകും. ഞാനിപ്പോൾ കേൾക്കുന്നു, അല്ലെ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, ഇതെല്ലാം ജനിച്ചതാണ്. ഇതെല്ലാം കാലത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ കേൾക്കുന്ന ശബ്ദം അത് കാലത്തിൻ്റെ സൃഷ്ടിയാണ്. ഇതെല്ലാം കാലത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പൊ കാലത്തിന് അതീതമായിട്ട് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അന്വേഷിക്കേണ്ടി വന്നത്? ഇങ്ങനൊരു താല്പര്യം എങ്ങനെ ജനിച്ചു? അതായത് നമ്മൾക്ക് നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ തുടരാൻ പറ്റിയില്ല. എവിടെയോ നമ്മളെന്ന് പറയുന്ന ആ ഒരു സുഖമുള്ളൊരു ഭാഗം വന്ന്, പക്ഷെ പിന്നെ സുഖം പോയി. പിന്നെ എന്തു വന്നു? അസുഖം വന്നു. നോക്കണേ, അസുഖം വന്നപ്പോഴാണ് സുഖത്തെ വീണ്ടും തേടി. സുഖത്തെ തേടിയപ്പോൾ സുഖത്തിന് അതീതമായിട്ടുള്ള ഒന്നുണ്ട്. സുഖത്തിനതീതമായിട്ട് സുഖം എന്താണ്? എന്തിൻ്റെയാണ്? എന്തുകൊണ്ട് തകരാറ് സംഭവിച്ചു സുഖത്തിന്? സുഖം ആപേക്ഷികതയുടെ ഭാഗത്താണ്. ശരീരം മറ്റൊരു ശരീരത്തിൻ്റെ സമ്പർക്കത്തിലാണ് സുഖം. തുടരാൻ പറ്റാതെ എന്തുകൊണ്ടാണ്? കാരണം ശരീരത്തിന് അങ്ങനെ ഒരു വ്യവസ്ഥ നിലനിർത്താൻ പറ്റത്തില്ല. ആപേക്ഷികതയിൽ, റിലേറ്റീവിൽ ഒരിക്കലും ശാശ്വതമായിട്ടുള്ള തുടർച്ച ഇല്ല എന്ന് കണ്ടെത്തി. അപ്പോഴാണ് സുഖത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ പരിണമിക്കാൻ ഇടയുണ്ടോന്ന്. ആര് കൊണ്ടുവന്ന്? ഈ സുഖം തന്നെയാണ് അതിന് കാരണമായത്. സുഖം ആരിൽ വസിക്കുന്നു, സുഖം ആരിൽ ജനിച്ചു, അവനാണ് അന്വേഷിച്ചത്. അത് സുഖമല്ല അന്വേഷിച്ചത്, സുഖമാണ് കാരണമായത്. സുഖം കാരണം ഓക്കെ നമ്മളുണ്ടെന്ന് കണ്ടെത്തി. സുഖമാണ് കാരണമായത്. സുഖം നിയോഗമായി. സുഖത്തെ നമ്മൾ വിട്ടു. നമ്മൾ സുഖമല്ലാതെ ആദ്യം ഞാൻ സുഖമാണെന്ന് കരുതി. പക്ഷേ സുഖം നിലനിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവിടെ വീണ്ടും ഞാനുണ്ട്. അസ്വസ്ഥതയുള്ളപ്പോഴും ഞാനുണ്ട്. ശ്രദ്ധിക്കണേ, സുഖം മാറി.
അസ്വസ്ഥത വന്ന്. അപ്പം ഞാൻ സുഖമാണോ? ഞാൻ സുഖമല്ല. ഞാൻ അസ്വസ്ഥതയാണോ? ഞാൻ അസ്വസ്ഥതയുമല്ല. എന്താണ് കാരണം? കാരണം സുഖവുമല്ല അസ്വസ്ഥതയുമില്ല. പിന്നെന്താണ് ഞാൻ? അല്ലേ? അവിടെയാണ് പരിശോധന. ഈ പരിശോധനയ്ക്ക് എന്ത് വേണം? പരിശോധനയ്ക്ക് സുഖത്തിലും അസ്വസ്ഥതയിലും രണ്ടിലും ഒരുപോലെ നിന്ന് പ്രവർത്തിക്കുന്നത് എന്താണ്? മാറ്റമാണ്. എങ്ങനെയാണ് നമ്മുടെ വളർച്ച? നമ്മുടെ വളർച്ചയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു മാനദണ്ഡമുണ്ട്, അല്ലേ? നമ്മൾ നിലനിൽക്കുന്ന സത്യത്തെ നമ്മൾ തൊട്ടറിയണം. എങ്ങനെയാണ് തൊട്ടറിഞ്ഞത്? സുഖം മാറിയപ്പോൾ ദുഃഖം വന്ന്. ദുഃഖത്തിലും സുഖത്തിലും രണ്ടിലും ഒരേപോലെ ഉള്ളത് എന്താണ്? മാറ്റമാണ്. അപ്പം മാറ്റത്തെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അടുത്തത് എന്താണ്? അടുത്തത് മാറ്റത്തിൻ്റെ തുടർച്ച അനിവാര്യമാണ്, ഒഴിവാക്കാൻ പറ്റത്തില്ല. മാറ്റത്തിൻ്റെ തുടർച്ചയ്ക്ക് സ്ഥാനം കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? മാറ്റമില്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് ഈ മാറ്റത്തിൻ്റെ, അവിടെയാണ് ഞാൻ ആത്മസ്വരൂപം. ഇതെങ്ങനെയാണ് ആത്മസ്വരൂപം ഉണ്ടെന്നറിഞ്ഞത്? ആത്മാവ് ഉണ്ടെന്നറിഞ്ഞത് എങ്ങനെയാണ്? ആത്മാവെന്ന് പറഞ്ഞാൽ പോരാ, എങ്ങനെയാണ് ആത്മാവ് ഉണ്ടെന്നറിഞ്ഞത്? ആ വഴി കൂടി പറഞ്ഞു കൊടുക്കണ്ടേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ആത്മബോധം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ആത്മാവ് ഇല്ല. മടിയന്മാർക്ക് പറ്റിയ പറഞ്ഞല്ല ഇത്, മനസ്സിലായ? ഇത് മടിയന്മാരോടല്ല പറയുന്നത്, വിവേകവും ഉന്മേഷമുള്ളവരോടാണ് പറയുന്നത്. ആർക്കിതറിയാൻ പറ്റും? മടിയില്ലാത്തവന്. മടിയുള്ളവന് പറ്റിയ പണിയല്ലേ ഇത്, മനസ്സിലായ? എന്ന് വെച്ചാൽ നിഹാസിന് പറ്റിയ പണിയല്ലെന്ന് അല്ലേ നിഹാസെ? അതായത് നമ്മൾ ബിസിനസ് ചെയ്യണം, കാശുണ്ടാക്കണം, അങ്ങനെയുള്ള ഒരു മടിയന്മാരാവും, മനസ്സിലായി? സ്ഥാനമാനങ്ങൾ വേണം, മടിയന്മാരാവും, കള്ളത്തരം ഉണ്ടാവും. സ്ഥാനമാനങ്ങൾ, സമൂഹത്തിൽ കാശുണ്ടാക്കുക, പ്രമാണിത്വം നേടുക, ഇതിനകത്ത് എല്ലാത്തിനകത്തും മടിയും കള്ളത്തരവും വഞ്ചനയും ചതിയും ഉണ്ടായിരിക്കും. ഒരു സംശയമില്ല, ഇതിൽ നിവൃത്തിയില്ല, മനസ്സിലായി? കാരണം ഗതി കേടാണ്. ഗതിയില്ല അവിടെ. ഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ തെളിച്ചം ഇല്ല. ഗതി എന്ന് പറഞ്ഞത് നമ്മുടെ തെളിച്ചം. നമ്മുടെ തെളിച്ചത്തിൽ നിൽക്കുന്നവന് മാത്രമേ ഉഷിരുള്ളൂ, അവന് രോഗമില്ല. ഗതി എന്ന് പറഞ്ഞ വഴി, അതിൻ്റെ തുടർച്ച എന്നുവെച്ചാൽ മാറ്റത്തിൻ്റെ തുടർച്ചയാണ് നമ്മുടെ വഴി. എന്തിലോട്ടുള്ള വഴി? യാഥാർത്ഥ്യ ബോധത്തിലോട്ടുള്ള വഴി. അപ്പം സമ്പത്ത് ആഗ്രഹിച്ചിരിക്കുന്നവന് യാഥാർത്ഥ്യത്തിലുള്ള ബോധം വരുമോ? ഒരിക്കലും വരത്തില്ല, ഒരു കാരണവശാലും വരത്തില്ല, അല്ലേ? ശരിയല്ലേ? യാഥാർത്ഥ്യത്തെ അറിയണമെന്നുണ്ടെങ്കിൽ സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, ലഹരി, ആസക്തി, ഇതൊന്നും, കാമം, ക്രോധം, ഇങ്ങനെയൊക്കെ പറയല്ലേ? എങ്ങനെയൊക്കെ പറഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെ. ഇത് എങ്ങനെ പറഞ്ഞെന്നുള്ളതല്ല, കാമക്രോധ കുറേ വാക്കുകളെ കൊണ്ടല്ല, അല്ലേ? ഇതെല്ലാം എടുത്തിട്ട് അലക്കിയിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഇത് അനങ്ങുന്നുണ്ട്, ചലിക്കുന്നുണ്ടെങ്കിൽ കാരണം എന്താണ്? ആർക്ക് താല്പര്യമുണ്ട്? അവനുള്ളതാണ്, അല്ലേ? എനിക്കിങ്ങനെ ഇരുന്നുണ്ട് അസ്വലക്കുത്ര കലബലക്കുത്ര എന്നിട്ട് അതിൻ്റെ അർത്ഥം പറയണ പരിപാടിയില്ല, മനസ്സിലായ? ഒരു ശ്ലോകം എടുത്തിട്ട് അതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്ന പൊട്ടത്തരം ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം ഇതിങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്, എന്തോ ഇതിങ്ങനെ ഇല്ല, ഇതിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എന്തിനാണ്? അവിടെ ഹിമാലയം ഉണ്ടെന്ന് പറയുന്നത് എന്തിനാണ്? അവിടെ ഗംഗാ നദിയുണ്ട്, മാനസ സരോവരമുണ്ട്, സ്വർഗമുണ്ട്, ആകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? ഒരു കാര്യമില്ല. നമ്മളുണ്ടെങ്കിൽ നമ്മളിൽ വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഓക്കെ, നമ്മളതെങ്ങനെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നു, സഹകരിക്കുന്നു. അതാണ് നമ്മുടെ തെളിച്ചം. ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? ഇവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? ഇപ്പോൾ എങ്ങനെയുണ്ട്? അതാണ് നമ്മുടെ കാര്യം. ഇല്ല,
ഇപ്പോൾ എങ്ങനെയുണ്ട്? ഉണ്ടെങ്കിൽ അതിലെങ്ങനെ നമ്മൾ കണക്റ്റഡ് ആണ്? ഈ മാറ്റത്തിൽ കണക്റ്റഡ് ആണെങ്കിൽ തെളിച്ചം ഉറപ്പാകും. അതുകൊണ്ടാണ് ഗ്രന്ഥങ്ങൾ വായിച്ചവന് കഷ്ടകാലമാണ്. കാരണം അവനവനെ വായിച്ച് തെളിച്ച് എടുക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഗ്രന്ഥങ്ങൾ വായിച്ച് അറിവുണ്ടാക്കി. അറിവ് ഇവൻ്റെ അറിവാണ്? അല്ല, ഇവനിലെ മാറ്റമാണ് ഇവൻ്റെ അറിവ്. ഒരു വ്യക്തിയുടെ അറിവെന്ന് പറയുന്നത് അവനിലുണ്ടാകുന്ന മാറ്റം, അതിൻ്റെ തുടർച്ച, വ്യവസ്ഥ, അത് എന്തിലോട്ട് കൊണ്ട് എത്തിക്കും? ആത്മബോധത്തിൽ കൊണ്ട് എത്തിക്കും. മാറ്റത്തിൻ്റെ തുടർച്ചയിൽ നമുക്ക് വിവേകം ഉണ്ടാവും. എവിടുത്തെ മാറ്റം? ശരീരത്തിൻ്റെ മാറ്റത്തിൽ തന്നെ ആയിരിക്കണം. സൂക്ഷ്മമായിരിക്കണം. ശരീരം കൃത്യമായിരിക്കണം. സ്ഥൂല ശരീരമുണ്ട്, ആവശ്യങ്ങളുണ്ട്. നേരെ ചാടി സൂക്ഷ്മ ശരീരത്തിലോട്ട് പോകരുത്. അപകടം എന്താണ്? സ്ഥൂല ശരീരം പ്രശ്നമാണ്. ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു, ശ്രദ്ധിക്കണേ. ഇല്ല, സ്ഥൂല ശരീരം പ്രശ്നമാണ്. ഞാൻ കുറെ കള്ളത്തരവും വഞ്ചനയും ചതിയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ എൻ്റെ സ്ഥൂല ശരീരം പ്രശ്നമാണ്. അവിടെ ഗ്രന്ഥങ്ങൾ വായിച്ചു, സൂക്ഷ്മ ശരീരത്തെ പറ്റി അറിഞ്ഞു. ഓക്കെ, എൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാഗം കൊണ്ട് കണ്ടെത്തി, മനസ്സിലാക്കി, ആകാശമായിട്ടുള്ള ബന്ധം കിട്ടി. എന്തു സംഭവിക്കും? എന്തു സംഭവിക്കും? എന്ത് സംഭവിക്കും? ചത്തു. അത്രയേ ഉള്ളൂ. ആ, അതായത് സൂക്ഷ്മ ശരീരത്തെ നമുക്ക് കണക്ട് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും സൂക്ഷ്മ ശരീരമായിട്ടുള്ള ബന്ധം നമുക്ക് കൊണ്ടുവരാം. ശരീരം വൃത്തികെട്ടവനും സൂക്ഷ്മ ശരീരമായിട്ടുള്ള ബന്ധം കൊണ്ടുവരാം. അപ്പോൾ വൃത്തികെട്ടവൻ സൂക്ഷ്മ ശരീരമായിട്ട് കണക്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവന് ഈ വൃത്തികേട് കാരണം ഈ ശരീരത്തെ, അവൻ്റെ സ്ഥൂല ശരീരത്തെ അവൻ തൊടത്തില്ല. സൂക്ഷ്മ ശരീരമായിട്ട് കണക്റ്റായി, കൊള്ളാം, പരിപാടി കൊള്ളാം. ഇവൻ അപ്പഴാണ് സമൂഹത്തിൽ ആൾക്കാർ പിടിച്ച് തുടലയിടുകയും മനസ്സിലായ ചങ്ങലയിടുകയും പിടിച്ചു കെട്ടുകയും മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം സാധാരണ മനുഷ്യനുമായിട്ട് മര്യാദക്ക് സഹകരിക്കാൻ പറ്റത്തില്ല. കാരണം അവനവൻ്റെ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ചു, സൂക്ഷ്മ ശരീരത്തെ എടുത്തു. ഇല്ല, ഇത്രയും കാലം സ്ഥൂല ശരീരത്തിൽ ഇരുന്ന ഒരാൾ പെട്ടെന്ന് സൂക്ഷ്മ ശരീരത്തോട്ട് മാറിക്കഴിഞ്ഞാൽ പണി പാളി. സ്പേസ് ആയിട്ട് കണക്ട് ആയി, പക്ഷേ ടൈമിനെ പ്രോപ്പർലി മാനേജ്. അതെ, ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റണ്ടായി. അതല്ല, അവന് കിട്ടത്തില്ല. ഇതാണ് പുസ്തകങ്ങൾ വായിച്ച അറിവുണ്ടെങ്കിലുള്ള അപകടമാണ്. മനസ്സിലായി? പുസ്തകം വായിച്ചുള്ള അറിവിൻ്റെ അപകടമാണ്. ഇതാണ് പല ആൾക്കാരും വിശ്വാസത്തിൽ കിടന്ന് തലകുത്തി പറയുന്നത്. മനസ്സിലായി? വിശ്വാസികൾ കിടന്ന് പാടുപെടുകയാണ്. വിശ്വാസമുണ്ട്, പക്ഷേ ആശ്വാസമില്ല. അംഗീകരിക്കില്ല. എല്ലാവരും പറയുന്നത് നമ്മൾ ഇത്രയും വലിയ ഗ്രൂപ്പല്ലേ. ഹിന്ദുക്കൾ പറയും ഹിന്ദുക്കളാണ് ഏറ്റവും നല്ലതെന്ന്. മുസ്ലിംസ് പറയും ഇല്ല, മുസ്ലിംസ് മാത്രമേ ശരിയാകത്തുള്ളൂ. അപ്പോൾ ക്രിസ്ത്യാനി പറയേ ക്രിസ്ത്യാനിയാണ് ഏറ്റവും ശരി. ഇത് ഏറ്റവും ശരിയാണെന്നുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ, അല്ലേ? ഏറ്റവും ശരിയാണ്, ദൈവം ശരിയാണ്. എടാ, ശരിയാണെങ്കിൽ നമുക്ക് വഴക്കില്ല. നമ്മൾ ശരിയായിട്ട് ഇരിക്കുന്നത് എവിടെയാണ്, എങ്ങനെയാണ്? അവിടെ ഇരുന്നാൽ പോരെ. ശരിയാണ് അത് നമ്മൾ അറിഞ്ഞാൽ പോരെ. അതെ, ശരിയിൽ നമ്മൾ ഇരുന്നാൽ പോരെ. ശരിയിലാണ് നമ്മളുള്ളത്. ശരിയിലേ നമ്മളുള്ളൂ. നമ്മളുണ്ടെങ്കിൽ ശരിയുണ്ട്. പക്ഷെ നമ്മൾക്ക് ആ ശരിയുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു വല്ലാത്ത ശരികേടാണ്. കയ്യിലുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇല്ല, എന്താണ് തടസ്സം നിൽക്കുന്ന? സ്ഥൂല ശരീരമാണ്. അപ്പോൾ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ചേക്കാം. മനസ്സിലായി? ഇത് തന്നെയാണ് മയക്കുമരുന്നും. വേറൊരു പരിപാടിയാണ്. പുസ്തകം വായിക്കാത്ത ആൾക്കാർ അവർ ചെയ്യുന്ന വേറൊരു പരിപാടിയാണ് മയക്കുമരുന്ന് എടുക്കുക. പക്ഷെ രണ്ടും ഒരേപോലെ അപകടമാണ്. വ്യത്യാസം ഒന്നുമില്ല കേട്ടാ. കാരണം ആ വൃത്തിയില്ലായ്മ തന്നെയാണ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നത്. അതെ, ഈ വിശ്വാസികൾ ഭയങ്കര അപകടകാരികളാണ്. മയക്കുമരുന്ന് എടുക്കുന്ന ആൾക്കാരെ നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് എടുക്കാം. പക്ഷെ ഇത് വിശ്വാസികൾ കൂടുതലാണ്. ഇവിടെ വിശ്വാസികളാണ് തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത്.
ഇവർ തീരുമാനിക്കുകയാണ് ഇതാണ് ശരി. അപ്പം കാലത്തിനനുസരിച്ച് ഇവർ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് മാറുമോ? അതുമില്ല. മയക്കുമരുന്നും കള്ളും കഞ്ചാവൊക്കെ എടുക്കുന്നവരെ നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കാം. പക്ഷേ വിശ്വാസികൾക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും? അല്ല, ഈ സൂക്ഷ്മ ശരീരവുമായിട്ട് കണക്റ്റ് ആവണവനും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം അവൻ പിന്നെ തീരുമാനം എടുക്കുകയാണല്ലോ. സ്ഥൂല ശരീരത്തിന്റെ ഭാഗം കംപ്ലീറ്റ്ലി അവനാണ് തീരുമാനിക്കുന്നത്. അതെ, അവൻ സൂക്ഷ്മത്തിന് തന്നെ സ്ഥാനം കൊടുത്തു. സ്ഥൂല ശരീരത്തിന്റെ പ്രവർത്തനത്തെ ഡിനൈ ചെയ്യും. അങ്ങനെ അവൻ ചത്തുപോകും. അവയർനെസ് മറ്റേ ഇൻഷുറൻസ് എടുക്കുന്ന മാതിരി ഇത്ര പർട്ടിക്കുലർ ടൈമിലേക്ക് വർക്ക് ചെയ്യും, ചത്തുപോകും. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ശരീരത്തിന് രോഗമുള്ള. ഇപ്പൊ ശ്രീ രാമകൃഷ്ണ പരമഹംസൻ അല്ലേ, പുള്ളിക്കാരന് ക്യാൻസർ ആയിരുന്നു. ഇത് പ്രശ്നമാണ്. പുള്ളിക്കാരൻ സൂക്ഷ്മ ശരീരമായിട്ട് കണക്റ്റായി. സ്ഥൂല ശരീരത്തെ വൃത്തിയായിട്ട് കൊണ്ടുപോയില്ല. സ്ഥൂല ശരീരത്തെ വൃത്തിയായിട്ട് കൊണ്ടുപോയി സൂക്ഷ്മ ശരീരത്തിലെത്തണം. അല്ലാണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസനെ നമ്മൾ റെഫർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഈ റെഫറൻസ് അപകടമാകുന്നത് അവിടെയാണ്. റെഫറൻസ് അപകടമാകുന്നത് ഈ ഗ്രന്ഥം വായിച്ച് റെഫറൻസ് എടുക്കുകയാണ്. അപകടമാണ്. നമ്മുടെ തെളിച്ചം മാത്രമാണ് വേണ്ടത്. തെളിച്ചം പ്രശ്നത്തിൽ നിന്ന് ആകരുതും. തെളിച്ചം പ്രശ്നമില്ലാത്തടുത്തു നിന്നായിരിക്കണം. അത് അവനവനിലൂടെ പോസിബിൾ. അത് അവനവനൊരു തെളിച്ചം ഇല്ല. മനസ്സിലായ? എടാ, ഓരോരുത്തർക്കും ബിബിയുടെ തെളിച്ചം ബിബിയുടെ തെളിച്ചമാണ്. ബിനീഷിൻ്റെ തെളിച്ചം ബിനീഷിൻ്റെ തെളിച്ചമാണ്. ബിനിയുടെ തെളിച്ചം ബിനിയുടെ തെളിച്ചമാണ്. ഞാനാണ് ആ ബിനിക്ക് തെളിച്ചം ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഇത് മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതാണ് എൻ്റെ തെളിച്ചം. അവിടെയാണ് അപകടം. എൻ്റെ തെളിച്ചം എന്ന് പറഞ്ഞത് വേറെ ആർക്കും സാക്ഷാത്കരിച്ച് തരാൻ പറ്റുന്ന ഒന്നല്ല. മറ്റൊന്നുള്ളത് കൊണ്ടല്ല, ഞാനുള്ളത് കൊണ്ടാണ്. എൻ്റെ തെളിച്ചം എൻ്റേത് മാത്രമാണ്. ഒരു ഗ്രന്ഥത്തിനും അവിടെ യാതൊരു സ്ഥാനവുമില്ല. അതാണ് എൻ്റെ തെളിച്ചം. അത് സ്ഥൂല സൂക്ഷ്മത്തിലെത്തണം. അതിന് സൂക്ഷ്മത്തിൽ നിന്ന് പറ്റത്തില്ല. സ്ഥൂല സൂക്ഷ്മത്തിലോട്ട് എത്തണം. സ്ഥൂലത്തിൻ്റെ സൂക്ഷ്മത തന്നെ ആയിരിക്കണം. സ്ഥൂലത്തിൻ്റെ സൂക്ഷ്മത അല്ലാത്തപ്പോഴാണ് അപകടം. അവിടെയാണ് നമ്മൾ പറയും അശുദ്ധാത്മാവ്. എന്താണ്? ചിലവർക്ക് ബാധ പിടിച്ചെന്ന് പറയും അല്ലേ? സ്ഥൂല ശരീരത്തെ വൃത്തിയായിട്ട് കൊണ്ടുപോകാത്തവർക്ക് ബാധിക്കും, ബാധ പിടിക്കും. സൂക്ഷ്മ ശരീരമാണ്, ഒരു സംശയമില്ല. സൂക്ഷ്മ ശരീരം തന്നെയാണ് ബാധിച്ചത്. ഇതിന് ഏത് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്താലും കിട്ടത്തില്ല. കാരണം സൂക്ഷ്മ ശരീരം ബാധിച്ച ഒരു വ്യക്തിയെ ഏത് ആശുപത്രിയിൽ പോയാലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സൗഖ്യമാക്കാൻ പറ്റത്തില്ല. ഒരു ഡോക്ടേഴ്സിനും നടക്കില്ല. അതിന് സൂക്ഷ്മ ശരീരത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെയല്ല. അതുകൊണ്ട് ഒരു വഴിയുമില്ല, ഒരു ടെക്നോളജിയും ഇല്ല അവിടെ. ഇത് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹം അംഗീകരിക്കുമോ? സമൂഹത്തിൻ്റെ അംഗീകാരം ആവശ്യമുണ്ടോ? ഇല്ല. പറയേച്ചി. സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോ ഒന്ന് വ്യക്തമാക്കി തരും എന്താ ഉദ്ദേശിച്ചത്? അത് ഓരോ ഇൻഡിവിജ്വലിനും സെപ്പറേറ്റ് സൂക്ഷ്മ ശരീരമാണ്, അത് പൊതുവായിട്ട് അങ്ങനെ എന്തെങ്കിലും? ബിനിയുടെ തെളിച്ചം എന്ന് പറയുമ്പോഴത്തേക്കും ബിനി കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടാണ്? ബിനിയെ കൊണ്ടു നടക്കുന്നത് സൂക്ഷ്മ ശരീരമായിട്ട് ബന്ധമുള്ളപ്പോഴാണ് ബിനിയാകുന്നത്. അല്ലെങ്കിൽ ബിനിയായിട്ടില്ല. അവിടെ ശരീരം മാത്രമേ ഉള്ളൂ. ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, വീടുണ്ട്, ജോലിയുണ്ട്. ആളില്ല. ആളില്ല. ആളായിട്ടില്ല. ആളാകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രവൃത്തിയിൽ വൃത്തി ഉണ്ടാകണം. ഈ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയ്ക്ക് കാരണം എന്താണ്? അതാണ് ആള്. അപ്പോഴാണ് ആൾ താമസം ശരീരത്തിൽ വന്നത്. അവിടെയാണ് സൂക്ഷ്മ ശരീരത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ശ്രദ്ധയിൽ ഉണരുന്നത്. അപ്പോഴേ ഉള്ളൂ. എനിക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, വീടുണ്ട്, കാശുണ്ട്, ജോലിയുണ്ട്, അംഗീകാരമുണ്ട്, കാര്യമില്ല, ഞാനുണ്ട്, എനിക്കിതെല്ലാം ഉണ്ട്. പക്ഷെ എനിക്കുണ്ടെന്നുള്ള ഭാഗത്തായിരിക്കുന്നത്, ഞാനുണ്ടെന്നുള്ള ഭാഗം അറിയുന്നില്ല. ഞാനുണ്ടെന്നുള്ള അവസ്ഥയെ കൂടുതൽ തെളിച്ച് കൊണ്ടുവരുന്നതാണ് ജീവിതം. അല്ലെ എനിക്കുള്ളതിനെ വാരിക്കൂട്ടുന്നതല്ല. അതല്ല ജീവിതം. കാശ് സമ്പാദിക്കുകയും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ അല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഇപ്രകാരം ആകാനുള്ള കാരണത്തെ കൃത്യമായിട്ട് അറിയുന്നതാണ് ജീവിതം. തെളിഞ്ഞു വരുന്നതാണ് ജീവിതം. അവിടെ സത്യസന്ധത അനിവാര്യമാണ്. അപ്പോൾ സ്ഥൂല ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ വൃത്തി ഉണ്ടാകുമ്പോൾ, വൃത്തി എന്ന് പറഞ്ഞാൽ തുടർച്ച ഉണ്ടാകുമ്പോൾ, മാറ്റത്തിൻ്റെ
കൂടെ പോകുമ്പോൾ ആർക്ക് പോകാൻ പറ്റും ഈ മാറ്റത്തിൻ്റെ കൂടെ? ഈ മാറ്റത്തിന് കാരണമായിട്ടുള്ള സൂക്ഷ്മ ശരീരത്തിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അത് ആത്മബോധമാണ്. ആത്മബോധത്തിന് മാത്രമേ ഈ ശരീരത്തിൻ്റെ വൃത്തിയിലൊപ്പം നിൽക്കാൻ പറ്റത്തുള്ളൂ. അവിടെ അവിഹിത ബന്ധത്തിലുള്ള ആൾക്ക് ഒരു കാരണവശാലും ശരീരത്തിൻ്റെ വൃത്തി സാധ്യമല്ല. അവിഹിത ബന്ധം പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും വൃത്തിക്ക് അനുവാദകമായിട്ടല്ലാതെ നമുക്ക് ഇല്ല, അനുവാദകമല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. അവിഹിതമെന്ന് പറയുന്നത് മറ്റുള്ള എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അവിഹിതമായി കഴിഞ്ഞു. നമ്മുടെ തെളിച്ചമല്ലാത്ത മറ്റ് എന്തിന് സ്ഥാനം കൊടുത്താലും അവിഹിതമാണ്. പിന്നെ ഇല്ല, പിന്നെ സൂക്ഷ്മം അറിയത്തില്ല. അങ്ങനെ സൂക്ഷ്മം അറിയാത്ത ആൾക്കാരാണ് ഈ പറയുന്ന സയൻസിനെ ഡിപ്പെൻഡ് ചെയ്തത്. വെച്ചാൽ സയൻറ്റിസ്റ്റുമാരല്ല കേട്ടോ. സയൻറ്റിസ്റ്റുമാരൊരിക്കലും അവരൊരിക്കലും സമൂഹത്തിലിറങ്ങി അടിയും വഴക്കും ബഹളം ഉണ്ടാക്കിയല്ല. സയൻസ് അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ മതത്തെ എടുത്താൽ മതബോധനം എന്താണ്? മതബോധനം, മതം എന്താണ്? അഭിപ്രായങ്ങളാണ്. അഭിപ്രായം എന്താണ്? കാലത്തിൻ്റെ ഭാഗമാണ്. കാലത്തിൻ്റെ മാറ്റത്തിൻ്റെ സ്വാധീനമാണ് മതബോധനം. അത് മതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? സൂക്ഷ്മ ശരീരമായിട്ടുള്ള കണക്ഷനാണ്, വൃത്തിയാണ്, സത്യസന്ധതയും. ഏത് മതം എടുത്താലും അതിൻ്റെ താല്പര്യം വൃത്തിയാണ്. അപ്പോൾ മതത്തിനല്ല കുഴപ്പം, ഇത് നമ്മൾ കൈകാര്യം ചെയ്യാത്തതാണ് കുഴപ്പം. ഒരു മതത്തിനും ഒരു കുഴപ്പമില്ല. ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനും ആണ് കുഴപ്പം. മനസ്സിലാ? ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനേ കുഴപ്പമുള്ളൂ. പക്ഷേ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. അല്ല, ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു വ്യക്തി. ഞാൻ ഹിന്ദുവാണെന്ന് പറയുന്നത് ഹിന്ദുയിസം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നത് ഇസ്ലാം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. കാരണം അവൻ്റെ ബോധം തെളിയുമ്പോൾ ഞാൻ മുസ്ലിമാണോ, ഞാൻ ക്രിസ്ത്യാനിയാണോ, ഹിന്ദുവാണോ? ബോധത്തിൽ എന്ത് ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം? ബോധം ശരീരമാണോ? അല്ല. അതുകൊണ്ട് നമ്മളെങ്ങനെ പേരിടും? ബോധം ശരീരമല്ല, ബോധം അവനവൻ്റെ തെളിച്ചമാണ്. ബോധം വായിച്ചതല്ല, ബോധം ജീവിച്ചത് കൊണ്ടാണ്. ജീവിച്ചവനെ ബോധമുള്ളൂ എന്ന് വെച്ചാൽ ഇപ്രകാരം രൂപം കൊണ്ട് നിലനിൽക്കാനുള്ള കാരണം എന്താണ്? അവിടെയാണ് ബോധം വരുന്നത്. അവിടെ തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ വൃത്തിക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ, പ്രവർത്തനത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ സൂക്ഷ്മം ആയിട്ട് കണക്റ്റ് ആവും. അല്ലാതെ ചാടിക്കറി ശരീരത്തിൽ കഷ്ടപ്പാടും ദുഃഖവും ദുരന്തവും ഉള്ളതുകൊണ്ട് പലരും പറയും ഒരുപാട് വേദനയുള്ളവനാണ് ആത്മബോധം ഉണ്ടാകുന്നതെന്ന്. അവനെ കൊണ്ട് ഒരു കാശിനും കൊള്ളത്തില്ല, അവൻ ചത്തുപോകത്തേ ഉള്ളൂ. ആത്മബോധം ഉണ്ടായി, പക്ഷെ അവനത് കൊണ്ട് പ്രയോജനമില്ല. പട്ടിക്ക് ഉരുളൻ തേങ്ങ കിട്ടിയതുപോലെ. പലരും പറയുന്നതാണ് ഭയങ്കര കഷ്ടപ്പാടുള്ളവർക്കാണ് ആത്മബോധം ഉണ്ടായെന്ന്. എന്താ കാരണം? കാരണം അവൻ്റെ ശരീരം അവന് ഭയങ്കര കഷ്ടപ്പാടായി. തീർച്ചയായിട്ടും എല്ലാവരെയും അവൻ വെറുത്ത് കഷ്ടപ്പാടും ദുഃഖവും ദുരന്തത്തിലേക്ക് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ സൂക്ഷ്മ ശരീരത്തോട് കണക്റ്റായി പോകും. അപ്പോൾ പിന്നെ ഇവൻ സ്ഥൂല ശരീരത്തെ യാതൊരു കർശനം തൊടത്തില്ല, ആഗ്രഹിക്കത്ത് പോലും ഇല്ല. പക്ഷെ എന്തു പറ്റും? സൂക്ഷ്മ ശരീരത്തിൽ ആകാശമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കാ പ്രയോജനം? അതങ്ങനെയാണ് കൃത്യമായിട്ട് കാണുകയും. ഇവനെ സംബന്ധിച്ചിടത്തോളം അവൻ കൃത്യമായിട്ട് കാണുകയും. ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ എടുക്കുന്ന ആൾക്കാരെ പോലെയാണ്. അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും. പക്ഷേ എന്താ പ്രയോജനമില്ല. കൃത്യമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. സ്ഥൂല ശരീരത്തെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാത്തവർ സൂക്ഷ്മ ശരീരവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അപകടമാണ്. അപകടം മാത്രമേ ഉള്ളൂ. കാരണം വെറുതെ കയറി സൂക്ഷ്മ ശരീരമായിട്ട് കണക്റ്റ് ആയതുകൊണ്ട് കാര്യമില്ല. സ്ഥൂല ശരീരത്തെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്ത് തന്നെ വേണം നമ്മുടെ അറിവ്. സ്ഥൂല സൂക്ഷ്മ ശരീരമായിരിക്കണം. അത് വൃത്തി, അതിൻ്റെ വ്യവസ്ഥ കൃത്യമായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളായിട്ട് നിലനിൽക്കുന്ന ഭാഗം എന്താണ് നമ്മളെ ഇവിടെ സൃഷ്ടിച്ച്
നിലനിർത്തുന്നത്? എന്താണ് നമ്മളിവിടെ സൃഷ്ടിച്ച് നിലനിർത്തുന്നത്? അത് സ്ഥൂലത്തിലാണ് നമ്മുടെ ആരംഭമെങ്കിൽ അതിൽ വൃത്തി വേണം, അതിൽ വ്യക്തത വേണം. ആ സ്ഥൂലത്തിൽ വ്യക്തതയിൽ തുടരുമ്പോൾ അറിവിൻ്റെ തുടർച്ചയിൽ തീർച്ചയായിട്ടും ശാന്തി, ക്വയറ്റ്നെസ്, ഡെഫിനറ്റ്ലി അതൊരു അതിൻ്റെ സീക്വൻസാണ്. എന്തിൻ്റെ? സ്ഥൂലത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സീക്വൻസിൽ ക്വയറ്റ്നെസ് ഇല്ല, നമ്മൾ എത്തിയിരിക്കും. ആരും ബലം പിടിച്ച് ക്വയറ്റ്നെസ്സിലോട്ട് കൊണ്ടുപോകണ്ട. സ്ഥൂല ശരീരത്തെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അല്ലേ? നമ്മൾ റേസിംഗ് ഡ്രൈവേഴ്സ് റേസിംഗ് ഡ്രൈവേഴ്സിൻ്റെ ഇതൊന്നും തന്നിട്ട് ഇതൊന്നും തന്നു. വടി ഇങ്ങോട്ട് റേസിംഗ് ഡ്രൈവേഴ്സിൻ്റെ കാറിൻ്റെ സ്റ്റിയറിങ് ഒരു ചെറിയ സാധനമാണ്. നമ്മൾ സാധാരണ റോഡിൽ ഓടിക്കുന്ന സ്റ്റിയറിങ് പോലെ. എന്താണത് ഇത്ര ചെറുതായിട്ടിരിക്കുന്നത്? എന്താണ്? കാരണം സൂക്ഷ്മമായിട്ടുള്ള മാറ്റമാണ്. കാരണം ഹൈ സ്പീഡ് കൂടുന്തോറും ചേഞ്ചസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും എവിഡൻ്റ് ആകുന്നത്. ശ്രദ്ധിക്കണേ, ഒരു 300 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വണ്ടി അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഫൈനർ ലെവലിൽ മതി. സ്ലോയിൽ പോകുന്ന വണ്ടി ശരിക്കും തിരിക്കണം. മനസ്സിലായി? മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും തിരിക്കണം. പക്ഷെ സ്പീഡിൽ പോകുന്ന വണ്ടി ചെറുതായിട്ട് തിരിച്ചാൽ മതി. അതിന് നമുക്ക് വേറൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ സ്കീയിങ്, ജെറ്റ് സ്കീയിങ് ഭയങ്കര ഡേഞ്ചറസ് സാധനമാണ്, അറിയാൻ പാടില്ലാത്തത്. കാരണം എന്താണ്? ഇത് വെള്ളത്തിൻ്റെ മുകളിൽ ഗ്ലൈഡ് ചെയ്ത് പോവുകയും അവിടെ ചെറിയൊരു ചേഞ്ച് ഭയങ്കര ഫാസ്റ്റ് ചേഞ്ചാണ്, ഭയങ്കര പവർഫുൾ ചേഞ്ചാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ മാസ് കൂടുമ്പോൾ അടുത്തത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എന്താണ്? മാസ് കൂടുമ്പോൾ ശ്രദ്ധിക്കണേ, മാസ് കൂടുമ്പോഴും ചെറിയ ചേഞ്ച് ഭയങ്കര അപകടമാണ്. ഇവിടെയാണ് സൊസൈറ്റി എന്ന് പറയുന്നതിനകത്തുണ്ടാകുന്ന ചെറിയ ചേഞ്ച് നമ്മൾ അറിയുന്നില്ല എങ്ങനെയാണ് നമുക്ക് എഫക്റ്റ് ആകുന്നതെന്ന്. കാരണം മാസിൻ്റെ കൂട്ടത്തിലായി. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കപ്പൽ ഭയങ്കര മാസാണ്, മനസ്സിലായോ? ഭയങ്കര വലിയ മാസാണ്. അതിന് വളരെ ചെറിയ ചേഞ്ച് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ചേഞ്ചാണ്. അതിനൊരു ചെറിയ ചേഞ്ച്, ഒരു മില്ലി മീറ്റർ ചേഞ്ച് മതി. പക്ഷെ അതിൻ്റെ കോഴ്സ് മാറിയിരിക്കും. കാരണം മാസിലാണ് ചേഞ്ച് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ്? ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നേരെ മറിച്ചാണ്, അല്ലേ? കപ്പലിൽ ഒരു മില്ലി മീറ്റർ മാസിനെ ചേഞ്ച് ചെയ്ത്, മറ്റേത് ആ സ്പീഡ് കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ ചേഞ്ച് ഇതിൻ്റെ ഇക്വിലിബ്രിയം മാറുന്ന വേറെ രീതിയിലാണ്. എന്നുവെച്ചാൽ കാരണം മാസ് കൂടുന്നത് മാസ് കുറയുന്നത്. എന്നുവെച്ചാൽ മാസ് കൂടിയാൽ നമുക്ക് ഇഫക്റ്റീവ്ലി നമുക്ക് കാണാൻ പറ്റുന്ന ചേഞ്ച് ഉണ്ട് അവിടെ. പക്ഷേ ഒരു വിമാനത്തിൽ ഒരു ഹൈ സ്പീഡ് സൂപ്പർസോണിക് ജെറ്റിനകത്തൊക്കെ കൊണ്ടുവരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഭയങ്കര വളരെ സ്ലോ, പക്ഷെ കാണാൻ വലിയ പാടാണ്. ഈ ചേഞ്ച് നമ്മൾ കാണത്തില്ല. പക്ഷെ കപ്പലിൻ്റെ കോഴ്സ് നമ്മൾ എങ്ങനെയാണ് ഡിഫറൻസ് എങ്ങനെയാണ് കാണാൻ പറ്റുക? അതിനെന്താണ് ചെയ്യുന്നത്? അതിന് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് ഇന്നത്തെ വലിയ കപ്പലുകളൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് ഓടിക്കാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട്? കാരണം നമ്മുടെ കണ്ണുകൊണ്ട് ഈ ഡിഫറൻസ് കാണാൻ പറ്റത്തില്ല. പണ്ടൊക്കെ കപ്പൽ ഓടിച്ചിരുന്നത് കണ്ണ് നോക്കിയിട്ടാണ് ഓടിച്ചിരുന്നത്. ഇന്ന് കപ്പൽ ഓടിക്കുന്ന കണ്ണ് വെച്ച് നോക്കിയിട്ടല്ല, ഈ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കിയിട്ടാണ്. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കിയേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയും മാസീവ് സ്കെയിലാണ്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള ടെക്നോളജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. കാരണം ടെക്നോളജീസിൻ്റെ ഭാഗത്ത് അതങ്ങനെ പോകത്തുള്ളൂ, അത് യാതൊരു സംശയവുമില്ല. പക്ഷെ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്, ഫോർമുലയുണ്ട്. അത് എല്ലാത്തിനും ഫോർമുലയുണ്ട്. അതാണ് വേദാന്തം. അതൊരു ഫോർമുലയാണ്. ഇത് ഫോർമുലയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് അപ്ലൈ ചെയ്യണ്ടേ? ഇത് അപ്ലൈ ചെയ്യണം. നമുക്ക് ഫോർമുല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അപ്ലൈ ചെയ്യണം.
അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഡീകോഡ് ചെയ്യപ്പെടും. എന്ത് ഡീകോഡ് ചെയ്യപ്പെടും? വ്യക്തി തെളിഞ്ഞു വരും. വ്യക്തി തെളിഞ്ഞു വരും. നമുക്ക് വേദാന്തം എവിടെയാണ്? വേദാന്തത്തിൻ്റെ പ്രായോഗിക വശം എവിടെയാണ്? അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്താണ്. അവിടെയുള്ളു. അത് വേദാന്തം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എവിടെ അപ്ലൈ ചെയ്തു? ആൻഡ് ഫീൽ ഇറ്റ്. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് അല്ലേ? ഒരു വിമാനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ ദ ഫോർമുല. അതിൻ്റെ ഫോർമുല അറിയണം. ഡ്രൈവ് ചെയ്യുന്ന ഫോർമുല അറിയണം. അതുപോലെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാനുള്ള ഫോർമുല വേണ്ടേ? അതെവിടെയുണ്ട്? അത് നമ്മളിലെ മാറ്റം. വേദാന്തം എവിടെയുണ്ട്? വേദാന്തം പുസ്തകത്തിലല്ല, വേദാന്തം നമ്മളിലുണ്ട്. ഇൻ ഈച്ച് ആൻഡ് എവ്രി വൺ അല്ലേ? നമ്മളിൽ ഓരോരുത്തരിലും ഇല്ല. ഇറ്റ് ഈസ് ഇൻസ്ക്രൈബ്ഡ്. അത് വളരെ സ്ഥൂലമായിട്ടുണ്ട്. വളരെ സ്ഥൂലമായിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. കാരണം വായിക്കാൻ തുടങ്ങുമ്പോൾ സ്ഥൂലത്തിൽ നിന്ന് വായിച്ചു തുടങ്ങണം. അറിവ് എവിടെ ആരംഭിക്കണം? അറിവ് സ്ഥൂലത്തിൽ തുടങ്ങണം. എന്നാലേ ആപേക്ഷികത പരിപൂർണമാകത്തുള്ളൂ. ആപേക്ഷികത പരിപൂർണമായിരിക്കണം. അവിടെ നിന്ന് വേണം. ആപേക്ഷികതയുടെ തന്നെ റിഫൈൻഡ് സ്റ്റേറ്റാണ് സൂക്ഷ്മത. സൂക്ഷ്മം എന്ന് പറയുന്നതും ആപേക്ഷികത തന്നെയാണ്. പക്ഷെ അതീവ സൂക്ഷ്മമായതുകൊണ്ട് നമ്മൾക്കവിടെ റിലേറ്റിവിറ്റി ഒന്നും കാണുന്നില്ലെന്ന്. പക്ഷെ കാണണം. അതാണ് പ്രാപ്തി. കാണാത്തവന് പ്രാപ്തിയില്ല. ഇതെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒന്നായിരിക്കുന്ന പ്രവർത്തനം അറിവിലുണ്ടാണ്, അനുഭവത്തിലുണ്ടാണ്. ഇതെല്ലാം ഒന്നാണ്. ശൂന്യത എന്ന് പറഞ്ഞാൽ വെറുതെ ശൂന്യത അല്ല. ശൂന്യതയിലും മാറ്റമുണ്ട്. അറിയണമെന്നുണ്ടെങ്കിൽ സ്ഥൂല ശരീരത്തെ തന്നെ വൃത്തിയായിട്ട് കൊണ്ടുവരണം. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള ഉപകരണം വേണം. ഉപകരണത്തിൻ്റെ പ്രവർത്തനം സൂക്ഷ്മമായിട്ട് കൊണ്ടുപോകുമ്പോൾ അന്ധക്കരണം. ഈ അന്ധക്കരണം വെറുതെ അങ്ങോട്ട് കിട്ടത്തില്ല. അന്ധകരണം ഇല്ലാത്തവൻ്റെ അടുത്ത് തോന്നിച്ച് നമ്മൾ അന്ധകരണത്തെ പറ്റി പറഞ്ഞാൽ എങ്ങനെ നടക്കും? ഇല്ല. ഈ അന്ധകരണം എന്നൊക്കെ വാക്കൊക്കെ ഞാൻ മോട്ടിച്ചെടുത്താണ് കേട്ടോ. ഈ പ്രകാശിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് മോട്ടിച്ചെടുത്താണ്. കള്ളനാണ് ഞാൻ നമ്പർ 1 കള്ളനാണ്. അതിൽ ഒരു സംശയം വേണ്ട. മൊത്തം മോട്ടിച്ചതാ. ഞാനീ പറയുന്നത് മൊത്തം മോട്ടിച്ച കാര്യങ്ങളാണ്. ഒന്നും എൻ്റേതല്ല. ഈ പറയുന്ന സംസാരിക്കുന്ന ഭാഷ മുഴുവനും കടമെടുത്തതാണ്, മറ്റുള്ളവരുടെ. പക്ഷെ ഞാൻ ഉണ്ടെന്നുള്ള ഭാഗം അത് കടമെടുത്തതല്ല, അത് കടം കൊണ്ടതല്ല, അതുള്ളതാണ്. അതുള്ളത് കൊണ്ടാണ് ഇതെല്ലാം എടുക്കാൻ പറ്റിയത്. മനസ്സിലായി? തന്നതാണെങ്കിലും മോട്ടിച്ചെടുത്തതാണെങ്കിലും കിട്ടിയതാണെങ്കിലും കൊടുത്തതാണെങ്കിലും ഇതെല്ലാം എടുക്കാനും കൊടുക്കാനും കാരണം എന്താണ്? ഇത് ഉള്ളത് കൊണ്ടാണ്. ഈ ഉള്ളതിൻ്റെ വൃത്തിയാണ്, ഈ ഉള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള ബന്ധമാണ് വൃത്തി. ഇല്ലെങ്കിൽ വൃത്തിയില്ല. ധ്യാനം നടക്കണമെന്നില്ല. ഞാൻ ധ്യാനിക്കാൻ പോവുകയാണ്, വെറുതെയാണ്, പൊട്ടനാ. അങ്ങനെ ധ്യാനിക്കാൻ പറ്റത്തില്ല. ഞാൻ യോഗാഭ്യാസം ചെയ്യാൻ പോവുകയാണ്, നടക്കത്തില്ല. ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല. ആർക്കും ഒരാൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ധ്യാനിക്കാൻ പോവുകയാണ്, ഞാൻ യോഗാഭ്യാസം ചെയ്യാൻ പോയില്ല, നടക്കത്തില്ല. ധ്യാനവും യോഗയും പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും പ്രവർത്തനമാണ്. അതങ്ങനെയാണ്. മനസ്സിലായ? അതുകൊണ്ടാണ് വേദാന്തം ഈ പ്രവർത്തനത്തിൻ്റെ ആരംഭം. ആ പ്രവൃത്തി തന്നെ ഫോക്കസ് ഉണ്ട്. ആഹാ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് എടുക്കും. ചിലപ്പോൾ പല ആൾക്കാരെയൊക്കെ സ്ക്രിപ്റ്റേഴ്സിലുണ്ട് അല്ലേ? ഓരോ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഓരോ ആൾക്കാരുണ്ട്, ഇവരെയൊക്കെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. അല്ലാണ്ട് പുതിയതായിട്ടൊന്നും പറയാനില്ല. അന്നും ഇതേ ഭൂമിയിൽ തന്നെ, ഇതേ സൂര്യൻ തന്നെ അല്ലേ? ഇതേ സൂര്യൻ തന്നെ.
അപ്പോൾ നമ്മൾ സൂക്ഷ്മത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതേ സൂര്യനാണ് അല്ല, അത് നമുക്ക് അത് വേറെ ലാംഗ്വേജാണ്, അത് ലാംഗ്വേജ് വേറെതാണ്, അത് ആ ഭാഗത്ത് അത് അങ്ങനെയാണ്, അത് തെളിഞ്ഞോളൂ. പക്ഷെ എന്തിനു നമ്മൾ അതീവ സൂക്ഷ്മത്തിൽ അങ്ങനെയല്ലെന്ന് പറയണതിൻ്റെ കാര്യം എന്താണ്? ഒരു കഥയുമില്ല. എന്നുവെച്ചാൽ ഈ മൊബൈൽ ഫോണില്ലാണ്ട് സംസാരിക്കാൻ പറ്റും എന്ന് ആരോടും പറയേണ്ട കാര്യമില്ല. കാരണം അത് ആർക്കും കേപ്പബിളാണ്, അവരെ ചെയ്തോളൂ. പക്ഷെ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ വഴി പറഞ്ഞു കൊടുക്കത്തില്ല, അതിൻ്റെ വഴി ഒരിക്കലും ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് അവനവൻ നേടേണ്ടതാണ്. അത് അവനവൻ ഇരിക്കുന്നിടം അതവൻ അറിയാൻ പാടില്ലെങ്കിൽ അവനവൻ ഇരിക്കുന്നിടത്തു നിന്നല്ലേ അവൻ്റെ തുടർച്ച. അവനവൻ എവിടെ ഇരിക്കുന്നതെന്നില്ല അറിയാൻ പാടില്ലെങ്കിൽ അപ്പോഴും നമ്മൾ മാതാപിതാ ഗുരു ദൈവം, അപ്പോഴാണ് മാസ്റ്റേഴ്സ് വരുന്നത്, ടീച്ചേഴ്സ് വരുന്നത്. അപ്പോഴാണ് നമുക്ക് ഗുരുക്കന്മാരും അധ്യാപകരും പോലീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ജയിലൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? അവനവൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ് ജയിലും. പിന്നെയും നമ്മൾക്ക് ജയിലൊക്കെ ഉള്ള നല്ല കാര്യമാണ് കേട്ടോ, ജയിലൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ രോഗമാണെങ്കിൽ ജയിലിൽ ഒരാളെ പിടിച്ചടച്ചിട്ടാൽ ഒരു കുഴപ്പമില്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സവിശേഷതയ്ക്ക് അനുകൂലമാണ് ജയിൽ. എന്തോ ഇല്ല. പക്ഷെ ഒരു രോഗമാണ് വരണമെങ്കിൽ, ഒരു രോഗമാണ് വരണമെങ്കിൽ ഈ ആൾ വിചാരിച്ചാലും ബാക്കിയുള്ളവർ വിചാരിച്ചാലും ചിലപ്പോഴും അത് ശരിപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുന്നത്. ഇനി അഥവാ ശരിപ്പെടുത്തി കൊണ്ടുവന്നാലും ഹോസ്പിറ്റലും ഡോക്ടർമാരെ കൊണ്ട് എനിക്ക് വീണ്ടും രോഗം വന്നാലും ഇതാണെങ്കിൽ പിന്നെയും പോയില്ലേ, അപകടം നോക്കണം രോഗത്തിൻ്റെ. രോഗം വന്നു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ചികിത്സ കിട്ടും. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, അവർ റിസർച്ച് നടത്തുന്നുണ്ട്, അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സും ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ശരിയാണ്, ഡെഫിനറ്റാണ്. അവരെവിടെ എത്തും? അവരൊരു ദിവസം എത്തും, എവിടെ എത്തും? സൂക്ഷ്മത്തിലെത്തും. ഇതിന് വേറെ ഒരു വഴിയുമില്ലെന്ന് ഈ ടെക്നോളജിയും മനസ്സിലാക്കും. വേദാന്തം തന്നെ ഉള്ളു മാർഗമെന്ന്, അതിന് വേറെ വഴിയില്ല. മനസ്സിലായ? ഈ ടെക്നോളജി റിസർച്ച് നടത്തുന്നത് വേദാന്തത്തിലോട്ടേ എത്തത്തുള്ളൂ, അല്ലേ? മാറ്റത്തിൻ്റെ ആരംഭം അതാണ് വേദാന്തം. മാറ്റത്തിൻ്റെ ആരംഭം എവിടെയാണ്? സൂക്ഷ്മം. സ്ഥൂല ശരീരത്തിൻ്റെ ആരംഭം സൂക്ഷ്മത്തിൽ, ശൂന്യതയിൽ, നിശ്ചലതയിൽ, ക്വയറ്റ്നെസ്സിൽ, സൈലൻസിൽ. അതല്ലാണ്ട് ആർക്കും ഇല്ല. ആർക്ക് എന്തൊക്കെ വെച്ച് ട്രൈ ചെയ്താലും എത്താനുള്ളത് ഇതിൻ്റെ വൃത്തിയിൽ മാത്രമേ ഉള്ളൂ. വർക്ക് ചെയ്യട്ടെന്നേ, എല്ലാവരും വർക്ക് ചെയ്യട്ടെ. ആരെയും പിടിച്ച് നമ്മൾ പറയണ്ട തെറ്റാണ് ശരിയാണ്, വേണ്ട. അത്രേ ഉള്ളു വഴി, വേറെ ഒരു വഴിയും ഇല്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഇത്രയൊക്കെ ചെയ്യാനുള്ളു. വേറെ കൂടുതലൊന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല, കുറവുമില്ല. ഇത് കൂടുതലും കുറവില്ല, എല്ലാ മനുഷ്യർക്കും അർഹതപ്പെട്ടത് ഇതൊന്നു തന്നെ. തെളിച്ചം. തെളിച്ചമില്ലാതെ വേറെ എന്താ വേണ്ടത്? തെളിച്ചമുണ്ടെങ്കിൽ ആശ്വാസം. തെളിച്ചത്തിന് എന്ത് വേണം? മാറ്റത്തെ കാണണം. മാറ്റത്തെ ആർക്ക് ശ്രദ്ധിക്കാൻ പറ്റും? സസൂക്ഷ്മം ശ്രദ്ധിക്കാവുന്നത് അർഹതപ്പെട്ട ആരാണോ. അപ്പൊ തെറ്റ് ചെയ്യുന്നത് ആരാണ്? തെറ്റ് ചെയ്യുന്നവിടെ ആളില്ലാത്തത് കൊണ്ടാണ്. അത് ഒരാൾ രോഗം വരുന്നത് എന്തുകൊണ്ടാണ്? ആളില്ലാത്തതുകൊണ്ടാണ്. ആ ആള് ഇതെല്ലാം ഇപ്രകാരം ക്രമീകരിച്ച് നിലനിൽക്കുന്ന വ്യവസ്ഥയെ കൈകാര്യം ചെയ്യുന്ന ആളില്ലാത്തപ്പോഴാണ് അസ്വസ്ഥത വരുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് റീട്രേസ് ചെയ്യാം. ഓക്കെ, ഞാനില്ലാതെ പോയത് കൊണ്ടാണ്, അല്ലേ? വളരെ സിമ്പിളാണ്. സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡിസിപ്ലിൻ കയ്യിലെടുക്കുക എന്ന് പറയുന്നത്, ധ്യാനത്തിലോട്ട് എത്തുക എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. വളരെ ലളിതമാണ്. ലളിതമാകുമ്പോൾ പവർഫുള്ളാണ്, അസാധ്യമായിട്ടുള്ള ശക്തിയാണ്. അത് ഒരിക്കലും ആർക്കും തെറ്റിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഇല്ല മോനെ, നമ്മൾ വിമാനത്തിൻ്റെ ഡൈവേർഷൻ തെറ്റിച്ചു കഴിഞ്ഞാൽ പോയി ആക്സിഡൻറ്റ് ഉണ്ടാവും, അല്ലേ? കപ്പൽ തെറ്റിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. പക്ഷെ നമ്മുടെ തെളിച്ചം ഒരിക്കലും തെളിച്ചത്തിൽ തെറ്റുണ്ടാകുകയില്ല. അത് വളരെ പെർഫെക്റ്റ് ആയിട്ടേ വർക്ക് ചെയ്യത്തുള്ളൂ. അതിനകത്ത് വേണ്ട കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. ഒരിക്കലും ഒരു അപകടം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും തെളിച്ചത്തിലില്ല, ഒരിക്കലും ഇല്ല. അതാണ് തെളിച്ചത്തിൻ്റെ അവയർനെസ്സിൻ്റെ പ്രത്യേകത. അതാണ് തെളിച്ചത്തിലാണെങ്കിൽ അത് തെളിച്ചത്തിൽ തന്നെയാണ്.
മനസ്സിലായി? നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കൊക്കെ പറ്റാം. അങ്ങനെയല്ലേ, ഓ ശരിയാണ്, നീ തെറ്റിദ്ധരിച്ചു, ഓക്കെ പോട്ടെ, മാറ്റാം, ഒരു കുഴപ്പമില്ല, റിപ്പയർ ചെയ്യാം. പക്ഷേ ഈ തെളിച്ചത്തിൽ അങ്ങനെ ഒരു ഭാഗം ആവശ്യമേ ഇല്ല. തെളിച്ചം ആബ്സല്യൂട്ടാണ്. തെളിച്ചം ആബ്സല്യൂട്ടാണ്. അതങ്ങനെ തന്നെയാണ്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. അത് നിത്യമാണ്. അതാണ് തെളിച്ചം. തെളിച്ചം നമ്മുടെ ശ്രദ്ധയിൽ ഉണരണം. അപ്പം തെളിച്ചത്തിന് അതീതമാണ്, ശ്രദ്ധയ്ക്ക് അതീതമാണ് തെളിച്ചം. നോക്കണേ, ശ്രദ്ധയ്ക്ക് അപ്പുറത്താണ് തെളിച്ചം എന്ന് പറയുന്നത്. തെളിച്ചം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. എന്നിട്ട് നമുക്ക് പരസ്പരം സഹകരിക്കാൻ പറ്റും, അല്ലേ? സഹകരിക്കണം. എന്ത് ചെയ്യണം? സഹകരിക്കണം. സഹകരണം എന്തിനു വേണ്ടിയിട്ട്? ഒന്നിനു വേണ്ടിയിട്ടും ആകരുത്. സഹകരണത്തിൻ്റെ പ്രാപ്തി എന്ന് പറയുന്നത് എവിടെയാണ് ഇത് കൈവിട്ടു പോകുന്നത്? സഹകരിക്കുന്ന എനിക്ക് എന്തെങ്കിലും കിട്ടുമോ? അപ്പം സഹകരണത്തിനകത്ത് കണ്ടാമിനേഷൻ, അഡൾട്ടറേറ്റഡ് ആയി. അവിടെ വ്യഭിചാരം ചെയ്തു. വ്യഭിചാരം എന്ന് പറയുന്നത് ഈ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടാണ് വ്യഭിചാരം എന്ന് അവിടെ എല്ലാവരും കരുതുന്നത്. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. കാരണം കാലത്തിൻ്റെ ശരീരം നിലനിൽക്കാത്ത ശരീരം പോയി ലൈംഗികമായിട്ട് ബന്ധപ്പെടും. കാരണം ശരീരത്തിൽ ആളില്ലാത്തപ്പോൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടുകയും മനസ്സിലായി? ശരീരത്തിൻ്റെ ഉള്ളിൽ ആൾ താമസം ഇല്ലാത്തപ്പോൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടുക അത് നോർമലാണ്. അതിനകത്ത് അബ്നോർമാലിറ്റി ഒന്നുമില്ല. വ്യഭിചാരം എന്ന് പറയുമ്പോൾ, അവിഹിത ബന്ധം എന്ന് പറയുമ്പോൾ, അഡൾട്ടറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയി, നമ്മളുടെ പ്രോപ്പർ ക്ലാരിറ്റിയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് വ്യഭിചാരം. അതാണ് തെറ്റ്. അവനുടെ തെളിച്ചത്തിൽ നിൽക്കാത്തതാണ് തെറ്റ്. അതിന് ശിക്ഷ അവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞു. കാരണം രക്ഷപ്പെടത്തില്ലല്ലോ. തെറ്റ് ചെയ്തവർ രക്ഷപ്പെടത്തില്ല. തെറ്റ് തിരുത്തിയാലേ രക്ഷപ്പെടത്തുള്ളൂ. തെറ്റ് ചെയ്തതിന് ശിക്ഷ അപ്പം തന്നെ കിട്ടി. ഈ വേറെ ആരും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് ധരിക്കുന്നത്. എനിക്ക് കുഴപ്പം തുടർന്നുകൊണ്ടിരിക്കുക. പലപ്പോഴും പലരോട് തെറ്റിയപ്പോൾ ആരും കണ്ടുപിടിച്ചിട്ടില്ല, ഞാൻ ചെയ്ത തെറ്റ് ആരും കണ്ടുപിടിക്കത്തില്ല. ഞാൻ ചെയ്ത തെറ്റ് കാരണം എൻ്റെ ജീവിതം തന്നെ നശിക്കുകയാണ്. എനിക്ക് ജീവിക്കാനുള്ള പ്രപഞ്ചത്തിൻ്റെ അനന്തതയുമായിട്ട് ഒത്തുചേർന്ന് പോകാനുള്ള അവസരങ്ങളെ ഞാൻ തന്നെത്താൻ നിഷേധിച്ചു. നോക്കണം, അപകടം നോക്കണം. എന്നിട്ട് ആരും കണ്ടുപിടിച്ചില്ല, പോലീസ് പിടിച്ചില്ല, കോടതി പിടിച്ചില്ല, ആരും പിടിച്ചില്ല. പക്ഷേ പ്രകൃതി പിടിച്ചു. സംശയം വേണ്ട. അതുകൊണ്ടാണ് ഡോക്ടേഴ്സിന് രോഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്തത്. കാരണം എനിക്ക് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നുണ്ട്, പക്ഷെ ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഭാഗത്ത് മറ്റാളിൻ്റെ കൈക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ല, കാറ് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാം, കാരണം അവരാണ് ഉണ്ടാക്കിയത്. കാറ് ഉണ്ടാക്കിയത് വർക്ക്ഷോപ്പിലാണ്, ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടറിയിലാണ്. വി ക്യാൻ സർവീസിന് അവിടെ കൊണ്ടുപോകാം. പക്ഷെ നമ്മളെ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഞാനാണ് ഉണ്ടാകാനുള്ള കാരണം. അപ്പം ഞാനാണ് ഇതിൻ്റെ റിപ്പയറിങ് നടത്തുന്നത്. അപ്പം ഞാൻ കള്ളത്തരം കാണിച്ചു, ഞാൻ എന്നിൽ കള്ളത്തരം കാണിച്ചു, തീർന്നു. ഒരു രക്ഷയില്ല. ഞാൻ കള്ളത്തരം കാണിച്ചു, ശിക്ഷ കിട്ടി. പിന്നെ എന്ത് സംഭവിക്കും? ഞാനില്ലാത്ത പ്രവർത്തിക്കുന്ന കുറേ കാര്യങ്ങൾ എന്നിൽ വരും. ഞാൻ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ ശരീരത്തിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങും. അത് സൂക്ഷ്മാണുക്കളായിരിക്കും, വൈറസും ബാക്ടീരിയയും ആയിരിക്കും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. കത്ത് ഡെഫിനറ്റാണ്. ജനി ഒരു സംശയം വേണ്ട. ഞാനില്ലെങ്കിൽ കണ്ടാമിനേഷൻ.